ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ മാനസികമായിട്ട് ശരിക്കും തളർത്തിക്കളയാൻ നമ്മുടെ നവീൻ ചെയ്യുന്നത് എനിക്ക് ഓരോ ഉറപ്പുമില്ല. നാളെ കഴിഞ്ഞുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമാകുമെന്ന്. പിന്നെ പെൺകുട്ടികൾക്ക് കോടതി കുറച്ച് മുൻഗണനകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നവീൻ ഇങ്ങനെ നമ്മുടെ അനിയെ പേടിപ്പിക്കുക. അപ്പം എടാ, അവൾക്ക് എന്തോ കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാനിപ്പോൾ തയ്യാറാണെന്ന് പറയുമ്പം അതിന് ഞാൻ തയ്യാറല്ല എന്ന് നവീൻ. നിന്റെ മുത്തശ്ശനും അതുപോലെ എടാ, എന്തിനാ വേണുവിനും മോൾക്കും ചുമ്മാ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? എടാ, അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ കേസ് എവിടെ എത്താൻ പോണില്ല. നമുക്ക് നോക്കാവുന്നേ എത്തുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിനക്ക് ഈ കേസ് തീർക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് അനി പറയുമ്പം നവീൻ ഇങ്ങനെ നോക്കുവട്ടോ. അല്ല, നിന്റെ നിസ്സംഗത കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നണേ. ഞാൻ നിസ്സംഗതനായെന്ന് നിനക്ക് തോന്നിയോ? ഈ നിസ്സംഗത ഒരാളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് അത് കണ്ടെത്തിയെടുക്കാൻ പറ്റുമോ? ഇപ്പം നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? എടാ, നീ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. കോടതിയിൽ ചെയ്യേണ്ടതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാമെന്ന് നവീൻ. ശേഷം നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് കൃത്യമായി തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അല്ല, നന്ദുവിൻ്റെ കാര്യത്തിൽ നിൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. അതുതന്നെ ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മ എതിർത്താൽ ചിലപ്പോൾ എനിക്കൊരു രജിസ്റ്റർ മാരേജിനെ പറ്റി പോലും ചിന്തിക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ നവീൻ പറയും. അത് കേട്ടപ്പോൾ അനി ഞെട്ടി. അങ്ങനെ വരുവാണെങ്കിൽ 2 സാക്ഷികളിൽ ഒരാൾ നീ ആയിരിക്കണം കേട്ടോ എന്നും പറഞ്ഞു. ഈശ്വര, പാവം അനിയുടെ ഉള്ള ഉറക്കം കൂടെ പോയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ പ്രശ്നമാവുകയാണെങ്കിൽ അന്ന് നിങ്ങൾ പുന്മടിക്ക് പോയില്ലേ, അന്ന് ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി ആ സ്ഥലത്ത് തന്നെ നമുക്ക് പോകാം. 1-2 ദിവസം അവിടെ താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ മതിയെന്നും പറഞ്ഞു. അത്രയും സഹായമെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്നും പറയുക. ഈശ്വര, പാവം അനി ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കാം. അപ്പം ഞാൻ നോക്കാടാ എന്നാ അനി. നീ ഏതായാലും മറ്റന്നാൾ കോടതിയിൽ എൻ്റെ ടെൻഷൻ ഒന്ന് അവസാനിപ്പിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു അനി. അന്നേരം ശരി, ആയിക്കോട്ടെ. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോണു. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം നവീൻ, നിൻ്റെ ലക്ഷ്യം കോടതിയല്ലടാ, അതിലുപരി നന്ദുവിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ്. അവൻ ഇനിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ നോക്കും. അതായത് നമ്മുടെ നയന വരച്ച ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലൊരു ഡിസൈൻ നീ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആദർശ് പറയുമ്പം അതിൽ നിന്നേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഞാൻ വരുത്തിയിട്ടുള്ളൂ എന്ന് നയന. കാണാൻ സിമ്പിളാണ്, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് പൊതുവെ ആഡംബരത്തോടല്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫാഷനോടാണ് താല്പര്യം കൂടുതലെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ ആ സൈക്കോളജി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഡിസൈൻ രൂപപ്പെടുത്തിയെടുത്തതെന്നൊക്കെ നയന പറയുന്നു. അപ്പോഴാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും. അപ്പോൾ അനി ഇവരെ മൈൻഡ് ചെയ്യാതെ കയറി പോകുമ്പോൾ അനി നീങ്ങ് വന്നേന്നും പറഞ്ഞ് ആദർശ് വിളിച്ചു. ഓണത്തിരക്കിനിടയിൽ നീ എവിടെ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്? നിന്റെ ബ്രാഞ്ചിലൊക്കെ ഇത്തവണ റെക്കോർഡ് സെയിൽ നടത്തണമെന്ന കാര്യം ആദർശ് പറയാം. അതുപോലൊരു പേര് നിന്റെ ഏട്ടത്തി അമ്മ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം കോടതിയിൽ കേസ് നടക്കുക, ഡിവോഴ്സ് കേസ്. അതിന് റിസൾട്ട് ഉണ്ടാവാതെ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല ഏട്ടാന്ന് അനി പറഞ്ഞു. അപ്പം കേസൊക്കെ നോക്കുന്നത് നവീനല്ലേ, പിന്നെന്തിന് നീ പേടിക്കുന്നതെന്ന് ചോദിച്ചു നയന. അതുകൊണ്ടാണ് പേടിക്കേണ്ടത്. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞു? അല്ല, ഇനിയിപ്പോൾ ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. നന്ദുവിനോട് അവൻ ഇഷ്ടമാണെന്ന് ആദ്യം പറയുന്നത് എന്നോടായിരുന്നു എന്ന കാര്യം ആദർശിനോട് നയനോട് അനി പറയാം. ആഹാ, അത് കൊള്ളാമല്ലോ. പക്ഷേ എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് ആ സമയത്ത് അവൻ അറിഞ്ഞുകൂടായിരുന്നു എന്ന കാര്യം അനി പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. കൊള്ളാം പരിപാടിയെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിനെ വേണമെന്ന് അവൻ വന്ന് പറയുമോ എന്ന് അനി ചോദിക്കാം. അപ്പം നിൻ്റെ പെണ്ണിനെയോ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എൻ്റെ പെണ്ണാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് അനി ഇവരോട് പറയുന്നു. അതിപ്പോൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല എന്നും പറഞ്ഞു. എന്നിട്ട് നവീൻ പറഞ്ഞ കാര്യം നീ നന്ദുവിനോട് പറഞ്ഞായിരുന്നോ? അപ്പം എങ്ങനെ ഞാൻ പറയും? ഞാനൊന്നും പറഞ്ഞില്ല. അതെന്താ നീ അവളോട് പറയാതിരുന്നേ? എടാ, ഒരു സുഹൃത്ത് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് ശരിക്കും പറയുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അതിലുപരി നവീൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനിയുടെ മനസ്സിലുള്ളത് വെളിപ്പെടുത്തുകയായിരുന്നില്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വെളിപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ആ സമയത്ത് നിങ്ങളൊക്കെ അവളെ എനിക്ക് കെട്ടിച്ചു തരുമായിരുന്നോ? ഇല്ലല്ലോ. അതിനിപ്പോഴും വഴികളൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്നും ആദർശ നേരം. നവീൻ നന്ദുവിനെ വേണമെന്നും പറഞ്ഞ് ഇവരുടെ അച്ഛനും അമ്മയും സമീപിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൈ നമുക്ക് വേണമെങ്കിൽ നോക്കായിരുന്നെന്ന് ആദർശ് പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നവീനെ വേദനിപ്പിക്കാനും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേദനിച്ചോട്ടെ എന്നല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് 100% സത്യമായിട്ടുള്ള കാര്യം ആദർശേട്ടാ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. പക്ഷെ അനി, നവീൻ്റെ ആലോചന ചെന്നതോടെ അച്ഛനും അമ്മയും ആകെ സീരിയസാ. അതായിക്കോട്ടെ, ഇനിയിപ്പോൾ നവീൻ നന്ദുവിനെ കല്യാണം കഴിച്ചാലും എനിക്ക് മറ്റൊരു പെണ്ണിനെ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത് എന്ന്
അനി പറയാം അവിടെയാണ് കോടതിയിൽ എന്ത് നടക്കുമെന്നുള്ളൊരു ആശങ്ക എനിക്കുള്ളതെന്നൊക്കെ പറഞ്ഞ് നവീനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡിവോഴ്സ് ഇപ്പം നടത്താൻ അവന് തീരെ താല്പര്യമൊന്നും കാണത്തില്ല എന്നും അനി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്കും ഭയങ്കര സങ്കടം. ഇനി ഞാനും അനാമികയും വേർപറിയാതിരുന്നാൽ അതിൻ്റെ ഗുണം അവന് തന്നെയല്ലേ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അവൻ അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ ഡിവോഴ്സ് നടക്കാതെ എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എടാ നവീൻ അങ്ങനെയൊക്കെ സ്വാർത്ഥത കാണിക്കുമോ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പലരും സ്വാർത്ഥത കാണിച്ചിട്ടുള്ളതെന്ന കാര്യം നേരം ഈ ആനി പറഞ്ഞു. അവനെ നമുക്ക് കോടതിയിൽ വേണ്ടിയിട്ട് സമാനതകളില്ലാത്ത പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാഴ്ച വെച്ചിരുന്നത്. എന്നാൽ അതേ അളവിലും തൂക്കത്തിലും ഇനി വരുന്ന കുടുംബ കോടതിയിൽ പ്രസൻ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ അനി ഇവരോട് ഭയത്തോടു കൂടി സംസാരിക്കുന്നു. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ അവനെ ചതിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും വക്കീലിൻ്റെ ബുദ്ധിയല്ലേ, അത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനി തൻ്റെ സങ്കടങ്ങളെല്ലാം ചേട്ടനോടും ചേച്ചിയോടും പറയാം. അതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോയി. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ വല്ലതും നടക്കുമോ ആദർശേട്ടാന്ന് നയനെ ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അതൊക്കെ നീ വിട്ടേക്ക്, പക്ഷേ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നവീൻ ഇവനോടും നമ്മുടെ കുടുംബത്തോടും ആത്മാർത്ഥത കാണിക്കുമ്പോൾ നവീനെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റുമോ എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ ഒരിക്കലും പറ്റില്ല ആദർശേട്ടാ. ഇവിടെ നന്ദുവിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അനിയെപ്പോലെ തന്നെ അവൾക്കും തിരിച്ചവനോട് ഇഷ്ടമുണ്ടെന്നുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരെല്ലാവരും കൂടെ പൊന്മുടിക്ക് പോയതോ? അപ്പോൾ നവീൻ നന്ദുവിനെ ആലോചിച്ചതിൻ്റെ പാർട്ടിയല്ലേ അവിടെ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പം എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എൻ്റെ ആദർശേട്ടാ. ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ടാ അനി ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവൻ പറയുന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, നന്ദുവിനെ കിട്ടിയില്ലെങ്കിൽ അവനൊരു വിവാഹം വേണ്ടേ വേണ്ടാന്ന്. നവീനും നന്ദുവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു പോയാലും അവനൊരു വിവാഹം വേണ്ട എന്നുള്ളതാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും ആദർശ് പറയാം. അതും ശരിക്കും പറഞ്ഞ ഒരു അപകടമായ കാര്യം തന്നെയാണ്. അങ്ങനെ അവർ ഇതിനെപ്പറ്റി ആലോചിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നവീൻ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ നവീൻ്റെ ഫോണിലേക്ക് കനക വിളിച്ചു. ഹലോ ആൻറ്റി. പിന്നെ മോനെ ഞാൻ എൻ്റെ ആകാംക്ഷ കൊണ്ട് വിളിക്കുക കേട്ടോ എന്നിങ്ങനെ കനക. അപ്പോൾ എന്താ ആൻറ്റി കാര്യം? അല്ല മോൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ എന്ന് കനക ചോദിച്ചു. മോൻ നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അത് പിന്നെ അങ്ങനെ എടുത്തടിച്ചതുപോലെയൊക്കെ പറയാൻ പറ്റുമോ ആൻറ്റി? അതിന് പറ്റിയൊരു സാഹചര്യം വരണ്ടേ എന്ന് നവീൻ അന്നേരം കനകയോട് പറയാം. ഇവിടെയാണെങ്കിൽ തകൃതിയായിട്ട് വേറെ കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്ന് പറയുമ്പം അയ്യോ മോൻ വന്ന ശേഷം ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണെന്ന് കനക. മോനിനി വാക്കൊന്നും മാറത്തില്ലല്ലോ അല്ലേ? അപ്പം ഞാൻ വാക്കൊന്നും മാറത്തില്ല ആൻറ്റി. പിന്നെ നമ്മളെല്ലാവരും ഭയക്കുന്നത് പോലെ എൻ്റെ അമ്മയാണിപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഷോ എന്നും പറഞ്ഞ് കനക അമ്മയോട് പറയുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പിന്നെ മോൻ ഉടനെ ഇത് പറയണ്ട കേട്ടോ. നവീൻ ഇങ്ങനെ നേരം മോൻ്റെ അച്ഛൻ ഇതുപോലെ കടമ്പിടുത്തമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ അമ്മ പറയുന്നതേ കേൾക്കത്തുള്ളൂ എന്ന് നവീൻ അന്നേരം പറയാം. മുത്തശ്ശനോ മോനെ? അത് പിന്നെ മുത്തശ്ശൻ പിന്നെ ഈ വീടിനകത്ത് വഴക്കുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലേ. ആൻറ്റി വിഷമിക്കൊന്നും വേണ്ടെന്നേ, നമുക്ക് നോക്കാം. അപ്പോൾ ആൻറ്റിക്ക് എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് സമ്മതിച്ചാൽ മാത്രമേ നമ്മൾ സേഫ് സോണിലായെന്ന് പറയാൻ പറ്റുള്ളല്ലോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക നിൽക്കുമ്പം അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും ആൻറ്റി. ആൻറ്റി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു നവീൻ. അപ്പോൾ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് കനക ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നവീൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. എന്തായാലും അവർ ഭയങ്കര പ്രതീക്ഷയിലാണെന്നും ഇനിയിപ്പോൾ ഞാൻ എന്തവരോട് പറയും? എൻ്റെ സ്ഥാനത്ത് അനിയല്ലേ അവളുടെ ഹസ്ബൻഡ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് അവളുടെ ഭാവി ഞാൻ പറഞ്ഞതുപോലെ സേഫ് ആണെന്ന കാര്യം പറയാം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഫോണും കട്ട് ചെയ്ത് മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്തയുമായിട്ട് നമ്മുടെ നവീൻ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നന്ദുവിനെ കേട്ടോ. നന്ദു അവിടെ ഇരുന്ന് ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നവീനെ കണ്ടപ്പോഴത്തേക്ക് നന്ദുവിന് ഭയങ്കര ടെൻഷൻ. അവരുണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കാം. നവീനേട്ടനായിരുന്നു ഇരിക്കുക എന്നും പറഞ്ഞ് വിളിച്ചിരുത്തി. ഞാൻ കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. നന്ദുവിൻ്റെ അമ്മ എന്നെ വിളിച്ചായിരുന്നു. അപ്പം നന്ദുവിന് ആകെ ഒരു പേടി. എൻ്റെ അമ്മയോട് ഞാൻ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതുവരെ അമ്മയോട് നന്ദുവിൻ്റെ പേര് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല നന്ദു. അതല്ല നവീനേട്ടാ, ഞാൻ നവീനേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴൊക്കെ അമ്മയ്ക്ക് എന്നോട് ഒരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താല്പര്യമില്ല, അതുതന്നെയാണ് സത്യം. അതുകൊണ്ടല്ലേ അമ്മയോട് പറയാനായിട്ട് ഞാൻ മടിക്കുന്നതും. അപ്പം അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് നന്ദു ചോദിച്ചു. അപ്പം എന്താ നന്ദു ഉദ്ദേശിക്കുന്നേ? അല്ല
എൻ്റെ 2 ചേച്ചിമാരുടെ കാര്യവും അറിയാമല്ലോ. അവർ രണ്ടുപേരും അനന്തപുരിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ അമ്മായിമ്മമാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അന്ന് ആദർശേട്ടൻ്റെ അമ്മയാണ് ചേച്ചിയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് അങ്ങനെ നന്ദു പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ ഇപ്പോൾ അമ്മായിമ്മയും മരുമകളും അടയും ചക്കരയാണല്ലോ. അതിനു വേണ്ടി ചേച്ചി ഒരു കരൾ വരെ ദാനം കൊടുക്കേണ്ടി വന്നില്ലേ എന്ന് നന്ദു ചോദിച്ചു. ഇവിടെ എന്തായാലും നന്ദു അതിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്നും കല്യാണത്തിന് മുൻപ് അമ്മയോട് എല്ലാം പറഞ്ഞിട്ടേ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ എന്ന് നമ്മുടെ നവീൻ പറയാം. അല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് നിൽക്കും, നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയാം മോളെ എന്ന് നവീൻ മനസ്സിൽ പറഞ്ഞിട്ട്, വേണ്ട ഒന്നും പറയണ്ട, ഞാൻ നോക്കിയോളാം അമ്മയുടെ കാര്യം. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല ഇനി ഒരു പക്ഷേ നമ്മുടെ കല്യാണം നടന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നന്ദുവിന് വേണ്ടി മറ്റാരെയെങ്കിലും നന്ദുവിൻ്റെ വീട്ടുകാർ നോക്കുവോ എന്ന് ചോദിച്ചു. അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്തല്ലേ നവീനയുടെ പ്രപ്പോസലുമായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പം അതോടെ മറ്റാലോചനകൾ നിന്നല്ലേ? അതെ. അപ്പം ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും മറ്റു പയ്യന്മാരെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആലോചിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? നന്ദുവിനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പയ്യന്മാരെ ഒന്നും ഇഷ്ടപ്പെടുത്തുമില്ല. അപ്പം പിന്നെ ഞാൻ ഇടയ്ക്ക് കയറി വന്നത് ഒരർത്ഥത്തിൽ നല്ല കാര്യമല്ലേ നന്ദു എന്ന് നവീൻ ചോദിക്കുന്നു. നന്ദു ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, എൻ്റെ അമ്മയും മുത്തശ്ശനും ഇത് അംഗീകരിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിശ്ചയം നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് കല്യാണം വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു എന്നൊക്കെ നന്ദു. അപ്പം ഞാനും അത് അങ്ങനെ തന്നെയാണോ? പക്ഷേ വീട്ടിൽ ഭയങ്കര നിർബന്ധം. അത് നന്ദുവിൻ്റെ വീട്ടിലും ഉള്ള കാര്യം തന്നെയാണല്ലോ. നമ്മൾ ഈ കല്യാണമേ വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒട്ടും കംഫർട്ടല്ലാത്ത പെണ്ണുങ്ങളെ ഈ കാരണവന്മാർ കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ. പക്ഷേ ഈ പരസ്പരം മനസ്സിലാക്കിയവർ തമ്മിൽ ഒന്നിക്കാനൊരവസരം വന്നാൽ അതൊരിക്കലും തട്ടിത്തെറിപ്പിച്ച് കളയരുതെന്നാകട്ടെ എൻ്റെ ഒരു അഭിപ്രായം എന്നും പറഞ്ഞു. ഈ പനിയുടെ കാര്യം തന്നെ നോക്കിക്കേ, അവൻ അനാമികയെ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ള വല്ല കാര്യമുള്ളതായിരുന്നോ? അതുകൊണ്ട് എന്തെല്ലാം നഷ്ടമാണ് അവനും എൻ്റെ കുടുംബത്തിന് സംഭവിച്ചത്, ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവൻ ഡിവോഴ്സ് കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക. കാലം മാറി നന്ദു, നമ്മുടെ തലമുറകളൊക്കെ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനപ്പുറത്തുള്ളവർ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ പിന്നെ കുടുംബ കോടതി തന്നെയാണ് ശരണമെന്നൊക്കെയാണ് നവീൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം പിന്നെ എല്ലാ കുടുംബ കോടതിയിലും കേസ് കെട്ടിക്കിടക്കുക. കല്യാണം ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിൽ വലിയൊരു ചടങ്ങാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഡിവോഴ്സും അതൊരു ചടങ്ങായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയണം. കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ തന്നെ ജ്യോത്സ്യരെ കൊണ്ട് അടുത്തൊരു മുഹൂർത്തം കുറിപ്പിക്കേണ്ട അവസ്ഥയുണ്ട് ബന്ധം പിരിയാനായിട്ടേ. അതുകൊണ്ടാണ് ഇത്തിരി തൻ്റെ ഇടം കൂടുതലാണെങ്കിലും ഞാൻ നന്ദുവിനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവീൻ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് പക്ഷേ അത് അറിയില്ല. അമ്മ ഇപ്പോഴും പഴയ കാലത്താടും. നന്ദു പറഞ്ഞതുപോലെ ആദർശിൻ്റെ ജീവിതത്തിൽ അവിചാരിതമായിട്ടാണ് നയന കടന്നു വന്നത്. ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ലൈഫ് അതൊന്ന് ആലോചിച്ച് നോക്കി. സൂപ്പറല്ലേ? അങ്ങനെ ഒരു ഭാര്യ എനിക്ക് വേണ്ടത്. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി. ഇനി എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ കോടതി സമയം ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ നന്ദുവിനോട് യാത്ര പറഞ്ഞു പോണു. നന്ദു ആണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നൊരു ബോധമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവീൻ അങ്ങ് പോകുമ്പോഴത്തേക്കും SI അങ്ങോട്ടേക്ക് വന്ന് സാറേ എന്നും പറഞ്ഞ് വിളിച്ച് ഹലോ എന്നും പറഞ്ഞ് നമ്മുടെ നവീൻ നിൽക്കുന്നു. എന്തൊക്കെയുണ്ട്? അല്ല പിന്നെ മാഡത്തിനെ കാണാൻ വന്നതല്ലയോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിന് തന്നെ ആയിരിക്കുമല്ലോ വന്നതെന്ന് നവീൻ പറഞ്ഞപ്പോൾ അല്ല ഞാൻ സാറിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അനന്തപുരിയിലെ പയ്യൻ മേഡവും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അതങ്ങാനും സാറ് മേഡത്തിനോട് പറഞ്ഞായിരുന്നോ? ഹലോ, അങ്ങനെ പരദൂഷണം പറഞ്ഞ ഏർപ്പാടൊന്നും എനിക്കില്ല. സാറ് കരുതുന്നത് പോലെ അവർ തമ്മിൽ വലിയ അടുപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. അത് വെറും സൗഹൃദം മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനി എൻ്റെ സുഹൃത്താണ്, അതുപോലെ തന്നെ നന്ദുവിൻ്റെയും സുഹൃത്താണ്. ഞാനാണ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അല്ല മേഡം അതിനൊക്കെ സമ്മതിച്ചു സാറേ? അതിന് മേഡവും സമ്മതിച്ചു, മേഡത്തിൻ്റെ വീട്ടുകാരും സമ്മതിച്ചു. ഇത്ര പെട്ടെന്നോ? അതിൽ സംശയം ഉണ്ടെങ്കിലേ സാറ് തന്നെ ചെന്ന് മേഡത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ നവീൻ വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് അങ്ങനെ ചിന്തിക്കുക. അപ്പോഴത്തേക്ക് ഈ SI ഇങ്ങനെ നോക്കുവട്ടെ നവീനെ തന്നെ. ഞാൻ മാറിയാൽ നന്ദുവിനെ തേടി മറ്റൊരു പുരുഷൻ വരും. അത് പാടില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് തന്നെ അവളെ കിട്ടണമെന്ന് നമ്മുടെ നവീൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. നന്ദു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക. അപ്പോഴേക്കും അയാൾ അങ്ങ് ചെന്നു. ഇപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഉടനെ കാണുമല്ലേ? എന്ത് കാണുമെന്നു? അല്ല അങ്ങനെ വക്കീൽ സാറ് പറഞ്ഞിട്ട് പോയതേ. എന്താ സാറേ കാര്യം പറയാൻ പറഞ്ഞു? അല്ല
അത് പിന്നെ കല്യാണമേ, അത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ ഭാവം അങ്ങ് മാറി. ആരുടെ കല്യാണം? അല്ല, മേഡവും വക്കീൽ സാറും തമ്മിലുള്ള കല്യാണമേ. അത് ഉടനെ കാണുമെന്നൊക്കെയാ വക്കീൽ സാറ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്ന് ചോദിച്ചു നന്ദു. നിങ്ങളെന്തിനാ ഇതൊക്കെ തിരക്കാൻ നടക്കുന്നേ? അയ്യോ, ഞാൻ തിരക്കിപ്പോയതൊന്നും അല്ല മേഡം, ഞാൻ അവിടെ വെറുതെ നിന്നപ്പോൾ വക്കീൽ സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അല്ല, വക്കീലും മിടുക്കനല്ലയോ മേഡം? എന്നാ പിന്നെ ആ ഒരു ബന്ധം നല്ലതല്ലയോ? അതിന് ചൂടാവുന്നത് എന്തിനാ? ദേ, മേലിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു പോയേക്കരുത്, പറഞ്ഞേക്കാം ഞാൻ. അപ്പം വക്കീൽ സാറ് പറഞ്ഞത് കള്ളമാണോ മേഡം? അല്ല, അനന്തപുരിയിലെ പയ്യനെ മേഡത്തിന് ഇഷ്ടമാണെന്ന് അറിയാം എന്ന് പറഞ്ഞപ്പോൾ നിർത്തടോ, ഇത്തരം സംസാരങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു. ദേ, തനിക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ ഇഷ്ടം പോലെ ജോലി ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലേ ഇത്തരം ചോദ്യങ്ങളായിട്ട് വരാനുള്ള സമയം കിട്ടത്തില്ല. പോയ ജോലി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ ചെയ്യ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നവീനും നന്ദുവും കൂടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ നമ്മുടെ നയനയും ആദർശം കൂടെ വരുക. അപ്പോൾ ഈ നവീൻ കോടതിയിൽ അനി പറഞ്ഞതുപോലെ വല്ല ആരെയും പണിയോ എന്നുള്ളൊരു പേടി. അപ്പോൾ വലിയ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുക കേട്ടോ. ഇവിടെ നന്ദുവാണ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി അനി പറയുന്നത് പോലെ അവനൊരു ഡിവോഴ്സ് ഉടനെ വേണ്ടെന്ന് നവീനൊരു ചിന്ത വന്നാൽ എന്ത് ചെയ്യും? എന്തായാലും ഈ കോടതി കഴിയട്ടെ ആദർശേട്ടാ. അങ്ങനെയാണ് നവീൻ്റെ തീരുമാനമെങ്കിൽ മറ്റൊരു വക്കീലിൻ്റെ സഹായം നമുക്ക് എന്തായാലും തേടിയേ പറ്റുമെന്ന് പറഞ്ഞു. കേസൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലും വലിയ കേസാണല്ലോ നന്ദുവിൻ്റെയും അനിയുടെയും നവീൻ്റെയും ഒക്കെ കാര്യമെന്ന് ആദർശ് പറയാണ്. അല്ല, ഈ വിഷയത്തിൽ നന്ദുവിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു ആദർശ് നയനയോട്. അവൾക്ക് അനിയെ ജീവന, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് നയന അന്നേരം പറഞ്ഞു. പിന്നെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവളുടെ മനസ്സിൽ ഇപ്പോൾ അനി ഇല്ലെന്നൊക്കെ അവൾ പറയുന്നത്. പക്ഷേ നവീൻ്റെ ആലോചന ചെന്നതിന് ശേഷം അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായി കാണുമെന്നിങ്ങനെ ചോദിച്ചപ്പം അതേപ്പറ്റി ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നയന. എന്തായാലും അച്ഛനും അമ്മയും നവീൻ്റെ ആലോചന വന്നതിന് ശേഷം ഭയങ്കര പ്രതീക്ഷയിലാണ്. ആലോചന നവീൻ്റേതായതുകൊണ്ടാണ് മുത്തശ്ശന് പോലും ഒന്നും പറയാൻ പറ്റാണ്ടായി പോയതെന്ന് പറയാട്ടോ നമ്മുടെ ആദർശം. ഇപ്പം എന്തോ അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണമെന്ന് എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹം ഉണ്ടെന്ന് നയന പറഞ്ഞപ്പം അനിയുടെ മനസ്സ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ചിന്തയും ആ വഴിക്ക് തന്നെയാണെന്ന് ആദർശം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നയനയ്ക്കും ഭയങ്കര പ്രതീക്ഷ. നമുക്ക് എന്തായാലും നിന്റെ വീട് വരെ ഒന്ന് പോകാം, എന്നിട്ട് നിൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഇക്കാര്യം സംസാരിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ആദർശ് പറയാട്ടോ. സാഹചര്യമൊക്കെ നോക്കിയിട്ട് മതി കേട്ടോ ആദർശേട്ടാ. നോക്കാന്നേ. നവീൻ്റെ ആലോചന വന്നതിന് ശേഷം അനിയും ഫ്രണ്ട്സിനെയും കൂട്ടി അവരെല്ലാവരും നവീൻ്റെ നേതൃത്വത്തിൽ കറങ്ങാൻ പോയില്ലായിരുന്നോ? അതൊക്കെ നന്ദുവിൻ്റെ നല്ല മാറ്റമായിട്ട് അച്ഛനും അമ്മയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞ് നയന ഇങ്ങനെ സാധ്യതകളെല്ലാം ആദർശനോട് പറയുക. എന്ന് വെച്ചാൽ നവീനാണല്ലോ ഒന്ന് പാർട്ടി അറേഞ്ച് ചെയ്തത്, അതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ട് നയനെ. അപ്പോൾ എന്ത് കള്ളക്കളി ഉണ്ടെന്ന്? ദേ, ഇതിപ്പോൾ അനിയും നന്ദുവും കൂടി ഫ്രണ്ട്സും കൂടെ പോയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാമായിരുന്നു. അപ്പോൾ ദേ, ഇവിടെ നവീനും അവർക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങൾ മുഴുവൻ ആദർശന് എന്തായാലും മനസ്സിലായി. ആദർശ് അത് നയനോട് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. നവീനാണ് അവരെയും കൂട്ടി പോയതെന്ന് പറഞ്ഞെടുത്ത് നമ്മളിനി എന്തിനാണ് സംശയിക്കുന്നത് എന്നിങ്ങനെ നയന ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോണു. അങ്ങനെ ദേ നമ്മുടെ കനക കയറി വരും അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഗോവിന്ദേട്ടനോട് കനക ജാതകം തമ്മിൽ വലിയ ചേർച്ചയൊന്നും ഇല്ല ഗോവിന്ദേട്ടാന്ന് പറയാ കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണോ? എന്നാലും വിവാഹം നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയാം. ചില പൂജകളൊക്കെ നടത്തിയ ജാതകദോഷം മാറുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, അതെന്താ? എങ്ങനെ ഞാൻ സന്തോഷിക്കാൻ എൻ്റെ ഗോവിന്ദേട്ടാ? അതിൻ്റെ കൂടെ വീണ്ടും പ്രശ്നം വെച്ചിട്ടേ അയാൾ പറയുന്നത് നന്ദു സ്നേഹിക്കുന്നത് ആരെയാണോ അയാളെ തന്നെ കെട്ടുമെന്നോ. അത് കേട്ടപ്പോൾ ഗോവിന്ദേട്ടൻ്റെ ചങ്ക് പിന്നെ ഇടിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.